കണ്ട ഈ പ്രേത സിനിമകളൊക്കെ കണ്ടിട്ടേ അതിന്റെ കഥയൊക്കെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നിലയിലെത്തിക്കും. ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ച് എന്തൊരു സംഭവം ഉണ്ടായില്ലേ? ബൂത്ത് എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ഊർമിള മറ്റോൺകർ ചെയ്ത രാം ഗോപാൽ വർമ്മയുടെ ഹിന്ദി സിനിമ ബൂത്ത് കണ്ടിട്ട് ഞാൻ നന്നായി പേടിച്ചിരിക്കണ ഒരു സമയം. അപ്പം ഞാൻ എന്തായാലും പേടിച്ചാൽ മറ്റുള്ളവരെയും കൂടി പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ദുബായിൽ പോയപ്പോൾ ആരൊക്കെ ഉണ്ട് കൂടി എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ ആരൊക്കെയായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ബൂത്തിന്റെ കഥ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഇവിടുന്ന് ഇങ്ങനൊരു അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. രാത്രി ഇങ്ങനെ ഡോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെ. അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഫക്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതെ അതെ. നമ്മള് കോറിഡോറിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഹോട്ടലിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു ശബ്ദത്തില് ഡോറ് തുറന്ന് ഞങ്ങൾ എല്ലാവരും പേടിച്ചു. കാരണം പ്രേതകഥയും പറഞ്ഞു ടബാക്ക് ഞങ്ങൾ പേടിച്ചു. അതും ഒച്ചയായി. ഒരു അറബി പുറത്തു വന്ന് ചറപറ 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 തെറിവിളിയായിരുന്നു. അറബിയിലായിരുന്നു. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല, പക്ഷെ തെറിയാണെന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ 4-5 പേര് ഒരു 15 വഴിക്ക് ഓടി. പിന്നെ ഞങ്ങൾ ബാക്കി കഥ പിന്നീട് ഞങ്ങളൊരു റൂമിനകത്ത് പോയി മെല്ലെ പറഞ്ഞു തീർത്തു. കുട്ടേട്ടൻ പിന്നെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. ഭാവനയും താങ്കളുടെ അമ്മയും ചേർന്ന് നമീബിയ എന്ന രാജ്യത്തേക്ക് ഒരു വിമാനയാത്ര നടത്തിയപ്പോൾ വിമാനം പൊട്ടിത്തെറിപ്പിനെ കുറിച്ച് താങ്കൾ പ്ലാൻ ചെയ്തിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഞാൻ പ്ലാൻ ചെയ്തല്ലേ അങ്ങനെയല്ല. ഞങ്ങള് നമീബിയ എന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ പോവായിരുന്നു. നമീബിയ. അപ്പൊ നൈറ്റ് ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾ പോകുമ്പോ ഭയങ്കര ടർബുലൻസ്. ഫ്ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ടർബുലൻസ്, ശരിക്കും നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ള ടർബുലൻസ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ്ഡ് ആയി. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റു. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഭയങ്കര. അപ്പൊ അതിന് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് അയ്യോ എന്നാവുമല്ലോ, നിങ്ങൾ മറ്റേ ഫാസ്റ്റ് സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ആ സമയത്ത് രാത്രി കുലുക്കവും ഒക്കെ കൂടെ. അപ്പൊ എന്തോ ഒരു വിമൻ വോളിബോൾ ടീമോ എന്തോ അവിടെ സ്പോർട്സ് ടീം ഇതിലുണ്ടായിരുന്നു ആ ഫ്ലൈറ്റില്. അവരെല്ലാവരും അടുത്തടുത്തിരിക്കുന്ന സീറ്റിലുള്ള എല്ലാവരും കൈയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അതോടുകൂടി എന്റെ കിളി പോയി. ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഞാൻ മരിക്കാൻ പോവാ, കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ അമീബിയയിൽ വീണ് മരിക്കണല്ലോ ഈശ്വര. താഴെ എന്തായാലും കടലാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മേ എന്തായാലും നമ്മൾ താഴെ വീഴും, അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പീസിൽ അമ്മ കയറിക്കോളാം. ഞാൻ വൻ പ്ലാനിങ്. എന്നിട്ട് ഞാൻ താഴേക്ക് നോക്കാം. എനിക്ക് വിൻഡോ സീറ്റാണ്. ഞാൻ നോക്കുമ്പോൾ ദൂരെ എനിക്ക് ഷിപ്പിന്റെ ചെറിയ ചെറിയ ലൈറ്റ്സ് കാണാം ഷിപ്പിന്റെ. അപ്പൊ ഞാൻ മനസ്സിലായിരിക്കും ഓക്കെ, അപ്പൊ അവിടെ എവിടെയോ ഷിപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ വീണാലും അവരറിയാം, അവർ രക്ഷിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും. അങ്ങനെയൊക്കെ വൻ പ്ലാനിങ്. അവിടെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അമ്മ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വെച്ചാൽ അമ്മനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് സാരിയാണ് കൊടുക്കുന്നത്. ഈ സമയം കണ്ടത് അമ്മയ്ക്ക് ചുരിദാറിട്ട് വരായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു കുർത്തി, നീ സാരിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ വീണിട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ. അമ്മ നിനക്ക് ഈ സമയത്ത് എന്നെ കുറ്റം പറയാണോ സമയം. ഞാൻ ഭയങ്കര പ്രാക്ടിക്കലാണ്. ഞാൻ അങ്ങനെ അമ്മ ഇതിനെ സാരി ഇട്ടുണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ അമ്മ ഇതിനെ സാരി ഇട്ടിട്ട് വരുന്നത് ഭയങ്കര പുലിവാലാണ്, താഴെ വീണ് ഇനി വെള്ളത്തിൽ വീണ്. ഞാനത് കണ്ടു. അമ്മ മറ്റേ ടൈറ്റാനിക്കിലെ മറ്റേ റോസിനെ പോലെ അമ്മ സാരി കൊടുത്ത് മേലെ കിടക്കുന്നതും ഞാൻ അവിടെ മറ്റേ നിൽക്കുന്നതും അവരെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഓൾറെഡി. പക്ഷെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ അമ്മ എന്നിട്ട് പറയുന്നത് ഇവളുടെ കൺസേൺ അപ്പോഴും അതായിരുന്നു, ഞാൻ ഇതിന് സാരി കൊടുത്തു വന്നു. എനിക്കൊന്ന് ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിന് നമ്മൾ അവസാനം കാണുന്നതും ജിദ്ദയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എങ്ങനെ പോകുന്നു? ഇടയ്ക്കൊക്കെ മുൻപെന്ന് വെച്ചാൽ ഒരുപാട് ഇവന്റ്സ് ഇങ്ങനെ എപ്പോഴും നമ്മള് ഉണ്ടാവും. തിരുവനന്തപുരത്ത് ഡാൻസ് കളിക്കാൻ പോയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനോട് ഇറങ്ങി ഓടിയല്ലോ. അതൊരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഞാൻ വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു ബിഗിനിങ് ഒരു 2-3 വർഷം. അപ്പം എനിക്ക് എന്തിൻ്റെ അവാർഡ് ഉണ്ട്, അത് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോയതാണോ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാനും അച്ഛനും കൂടി ട്രിവാൻഡ്രം പോയി. അപ്പം ഇന്നാണ് അവാർഡെങ്കിൽ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങൾ തലേദിവസം എത്തിയപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഭാവന മറ്റേ അരവിന്ദ് ചേട്ടൻ അരവിന്ദ് നന്ദനത്തിലെ കൃഷ്ണനായിട്ട് അഭിനയിച്ചു. അപ്പൊ ആളുണ്ട് അവിടെ. അപ്പൊ നമുക്ക് അരവിന്ദിന്റെ പാട്ടിൽ ഭാവനയ്ക്ക് ഡാൻസ് കളിച്ചു. അപ്പൊ പ്രസന്ന മാസ്റ്ററോ കലാ മാസ്റ്ററോ ആരോ ആണ് കൊറിയോഗ്രാഫി. അപ്പൊ അവര് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നീ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് റിഹേഴ്സൽ. ഞാൻ ഡാൻസ് ചെയ്യാൻ വന്നതേ അല്ല, ഞാൻ പ്രസന്റ് ചെയ്യാനോ വാങ്ങിക്കാനോ എന്തിനോ വന്നാണ്. അപ്പൊ പിന്നെ എന്നാ കളിക്കാലോ എന്നുള്ള രീതിയിൽ ഞാനും പോയി. അവിടെ പോയിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിങ്ങനെ സമയം കളഞ്ഞു കുറെ. അപ്പൊ അരവിന്ദ് പറയുന്നത് ഇങ്ങനെ ആള് പഠിച്ചു, ആള് കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഇവിടെ റിഹേഴ്സലുണ്ട്. ഞാൻ തലേദിവസം വെറുതെ വന്ന് വർത്താനം പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ മറ്റേ നന്ദനത്തിലെ പാട്ട് തന്നെയാണ് കളിക്കുന്നത്, മറ്റേ മനസ്സിൽ മിഥുന മഴ.
ഞാൻ വലിയ സീരിയസ് ആക്കിയിട്ടില്ല. പിന്നെ സ്റ്റേജ് കയറിയപ്പോഴത്തേക്കാണ് ഞാൻ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിൽ മിഥുന മഴ അത് കളിച്ച് ഞാൻ മാത്രം വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു, ഇവര് വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു. അങ്ങനെ ഞാൻ എനിക്കും ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലായി. ഞാനപ്പോ ഇങ്ങനത്തെ ഒരു ബിറ്റാണ് ജഗന്ന് ഒരു ബിറ്റുണ്ട്. ആ ബിറ്റിൽ ഞങ്ങൾ ഡാൻസേഴ്സ് ഞങ്ങളെല്ലാവരും ഒരു ലൈൻ ആവണം, സിംഗിൾ ലൈൻ ആവണം. എന്നിട്ട് പിന്നെ ആദ്യം ഡാൻസ് ആവണം. അങ്ങനെ അപ്പൊ സിംഗിൾ ലൈൻ ആവുമ്പോൾ ഞാനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ ജഗന്ന് ചാടി പിന്നിലേക്ക് എത്തി. അപ്പൊ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെ പോകുന്നു എന്നുള്ള പോലെ. ഞാൻ പിന്നിലേക്ക് എത്തിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇങ്ങനെ ഫെയ്ഡ് ആവും. ആ സമയത്ത് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി ഓടി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഓടി. ബാക്ക് സ്റ്റേജിലേക്കല്ലേ ഓടിയത്. ബാക്ക് സ്റ്റേജിൽ ഇറങ്ങി ഓടി. ഞാൻ സ്ക്രീൻ റൂമിൽ പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് അവിടുത്തെ ബാക്കിലുള്ള സ്ക്രീനിൽ കേൾക്കാം പാട്ട്. അത് കഴിഞ്ഞിട്ട് ദേവി നീയം അതൊക്കെയാണ്. നോക്കുമ്പോ അരവിന്ദ് നോക്കുമ്പോ ദേവിയില്ല, ആരുമില്ല. പിന്നെ ഞങ്ങൾ ഫുൾ പെയറിൽ ഡാൻസ് കളിക്കേണ്ടതാ. പോസൊക്കെ ചെയ്ത് നോക്കുമ്പോ അരവിന്ദ് തിരിഞ്ഞൊക്കെ എവിടെ പോയി. ഞാനും ഇറങ്ങി ഓടി. എന്നിട്ട് ആ പാട്ട് കഴിഞ്ഞ ഞാൻ ഗ്രീൻ റൂമിൽ ഇങ്ങനെ വിളിച്ചു, ദൈവമേനെ കണ്ടുപിടിക്കില്ലേ എന്ന് പറഞ്ഞിരുന്ന്. കഴിഞ്ഞൊരു സെക്കൻഡുള്ളിൽ അലർച്ച മാത്രം കേൾക്കാം അരവിന്ദിന്റെ ഭാവന. നമുക്ക് ഒരു ചെറിയ കാര്യം, വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പ്ലേ ചെയ്യൂ. ഇതിലെവിടെയാണ് ഭാവന നിൽക്കുന്നത്? അവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് ഇത് ഇങ്ങനെ തല വരുന്നത് ഇത്. പിന്നെ ഇത് ഞാൻ തന്നെ അവിടെ ഇങ്ങനത്തെ. ഇതെല്ലാം ഭാവന തന്നെയാണോ? ഇതും ഞാൻ തന്നെ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ ഈ നൃത്തകല കൊണ്ട് ശരീരം നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്നുണ്ട്? നൃത്തമല്ല, ഞാന് ജിമ്മില് പോകുന്നതാണ്. വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അവര് മാക്സിമം നമ്മളെ പണിയെടുപ്പിക്കും.